ഇത് MC റോഡിൽ പുളിമാത്തുള്ള ചട്നി മാമി റെസ്റ്റോറൻ്റാണ്. ഹൈവേ സൈഡിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ എൻട്രൻസ് ആണിത്. താഴെയും കാർ പാർക്കിംഗ് ഉണ്ട്, അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ് സൈഡിലായിട്ടും കാർ പാർക്കിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ ചെയ്ത അകത്തളമാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ. നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇവിടെ. നല്ല നീറ്റ് ആൻഡ് ക്ലീനായ റെസ്റ്റോറൻറ്റ്. ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ്. ഈ ബാഹുബലി ദോശ കഴിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കയറിയിരിക്കുന്നത്. ഏകദേശം 4 ഫീറ്റ് വരുന്ന ബാഹുബലി ദോശയാണ്. അതിൻ്റെ ഒപ്പം 3 ടൈപ്പ് ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, ഉള്ളി ചമ്മന്തി, മുളക് ചമ്മന്തി, അതുപോലെ തന്നെ സ്റ്റൂവ്, ഒരു ഉഴുന്നുവട, അടപ്രഥമൻ. ഈ ദോശയുടെ ഒരു പ്രത്യേകത, സാധാരണഗതിയിൽ ദോശയുടെ കൂടെ അടപ്രഥമനില്ല. പക്ഷേ ഈ ബാഹുബലി ദോശയുടെ കൂടെ 2 ബൗളിൽ നമുക്ക് അടപ്രഥമൻ തരുന്നുണ്ട്. ഈ 4 ഫീറ്റ് വരുന്ന ഈ ദോശയുടെ മുകളിൽ അവർ തേങ്ങ ചിരകിയിട്ടിട്ടുണ്ട്. അതിൻ്റെ റീസൺ എനിക്കറിയില്ല. ഈ ബാഹുബലി ദോശയ്ക്ക് ഫില്ലിങ്സ് ഇല്ല. അതിനകത്ത് മസാല ദോശയെ പോലെ തന്നെ ഇതിന് ഏകദേശം സാമ്യം വരുന്നത് ഗീ പൊടി ദോശയോടാണ്. അതായത് ഗീയും പൊടിയും ഉള്ളിൽ കുഴച്ച് വെച്ചിരിക്കുന്ന പോലെ ഇതിനകത്തൊരു മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അകവശം ഒരു പുതുമ എന്നതിലുപരി വളരെയധികം ടേസ്റ്റൊന്നും ഇതിനകത്ത് അവകാശപ്പെടാനില്ല. മൊത്തത്തിൽ അത് കൊണ്ടുവരുന്ന രീതിയും ഇത്ര വലിയ ദോശ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ചട്നി, അടപ്രഥമൻ എല്ലാം കൂടെ കഴിക്കുമ്പോൾ ഓളം തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കഴിക്കാൻ നല്ലതാണ്. ഈ റെസ്റ്റോറൻറ്റിനകത്ത് ഒരുപാട് വേറെ ഐറ്റംസ് ഉണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാരും ഈ ബാഹുബലി ദോശയാണ് ട്രൈ ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യയിൽ പല ഫേമസ് റെസ്റ്റോറൻറ്റിലും ബാഹുബലി ദോശയുണ്ട്. അത് 4 ഫീറ്റ് അല്ല, ചിലത് 5 ഫീറ്റും 6 ഫീറ്റും വരെയുള്ള ബാഹുബലി ദോശയുണ്ട്. ഇതിൻ്റെ അകം നോക്കിയാൽ കാണാം, ഇതിനകത്തൊരു മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. ഗീപ്പൊടി ദോശയെ പോലെ തന്നെ ഇതിനകത്ത് ഉള്ളിൽ ക്രിസ്പിയായ ദോശയ്ക്ക് ഉള്ളിൽ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കഴിക്കാൻ യാതൊരു എരിവൊന്നുമില്ല. പക്ഷേ ഗീപ്പൊടി ദോശയ്ക്ക് നല്ല എരിവുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് എരിവ് കുറവാണ്. സ്റ്റീൽ പ്ലേറ്റിനകത്ത് വാഴയിൽ വെച്ചാണ് ഈ ദോശ കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം 450 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 2 മുതിർന്നവർക്കും 2 കൊച്ചു കുട്ടികൾക്കും കഴിക്കാവുന്നൊരു ദോശയാണിത്. ഒരു ദോശ കൊണ്ട് ഒരു ഫാമിലിക്ക് തൃപ്തിപ്പെടാം. പക്ഷേ നന്നായി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അഡീഷണലായിട്ട് വേറെ എന്തെങ്കിലും മേടിക്കേണ്ടി വരും. സ്റ്റൂ ഒക്കെ നല്ല സ്റ്റൂ ആണ്. അതിൻ്റെ കൂടെ ഇവർ തരുന്ന അടപ്രഥമൻ എബോവ് ആവറേജ് ആണ്. ഇങ്ങനെ മണി കലക്കിയാണ് ഈ ദോശ കൊണ്ടുവരുന്നത്. അതിനോടൊപ്പം ബാഹുബലി പാട്ട് ഒരു പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ MC റോഡിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദോശ തന്നെയാണ് ഈ ബാഹുബലി ദോശ. റെസ്റ്റോറൻറ്റിൻ്റെ അറ്റ്മോസ്ഫിയർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് തീർച്ചയായിട്ടും ഇരുന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആംബിയൻസ് വളരെ നന്നായിട്ട് കീപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. റെസ്റ്റോറൻറ്റ് കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇത് MC റോഡിലുള്ള വഴിയോര കടയുടെ ഒരു സംരംഭമാണ്. അത്യാവശ്യത്തിന് ഇതിൻ്റെ സൈഡ് ഡിഷസ് ആയിട്ട് ചമ്മന്തിയും സ്റ്റൂ ഒക്കെ തന്നുകൊണ്ടുണ്ട്. വീണ്ടും നമുക്ക് രണ്ടാമത് മേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇത് മാത്രമല്ല, ഒരുപാട് വേറെ കോമ്പിനേഷനുണ്ട്. ഇങ്ങനെയാണ് അവർ ദോശ കൊണ്ടുവരുന്നത്. മണികിലുക്കി ബാഹുബലി പാട്ടോടുകൂടി ആണ് ഈ ദോശ.